വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്, ദായമയ്യം. ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ ഞാനിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഉള്ളത് എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിലാണ്. ഇവിടെ ഭയങ്കര രസമാട്ടോ. രാവിലൊക്കെ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര രസമാണ്. ഇവിടെ കുറേ ഫിഷുകളും പിന്നെ പ്രാവും ഉണ്ടാക്കണ്ടാവും. പ്രാവൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വീലറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറേ പേര് കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് തന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തും. ഫസ്റ്റ് തന്നെ ഇവിടുത്തെ സിറ്റ് ഔട്ടൊക്കെ കാണിച്ചു തരാം. നല്ല രസമാണ് കേട്ടോ. രാവിലെയൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സിറ്റ് ഔട്ട്, റൈറ്റ് സൈഡിലത്തെ, ഇത് ലെഫ്റ്റ് സൈഡിലത്തെയാണ്. മാംഗോ ട്രീസ് ഉണ്ട്, അങ്ങനെ കുറച്ചൊക്കെ ട്രീസ് ഒക്കെ ഉണ്ട്. കുറേ മാംഗോ ട്രീസ് ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അവിടെയൊക്കെ പ്രാവ്, കോഴി, റാബിറ്റ് അതൊക്കെ ഉണ്ട്. അപ്പൊ റാബിറ്റ് വെച്ച് പോയിട്ടോ പറഞ്ഞത്. അപ്പൊ ഞാൻ മുമ്പ് വന്നപ്പോൾ ഇവിടെ റാബിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്താ അറിയില്ല. അപ്പൊ ഞാൻ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. പ്രാവിൻ കൂടിൻ്റെ അടുക്ക് പോവാം. അതായത് അവിടെ ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 30 ഒക്കെ ഉണ്ടാവും. കിളികളൊക്കെ ഉണ്ടാവും. കിളികളൊക്കെ എവിടെയാണ്? മേലെ കുറെ കിളികളൊക്കെ ഉണ്ടാവും പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന് കോഴിയാണെന്നാണ് പറയുന്നത്. എന്റെ പഞ്ഞുള്ള കോഴിയാട്ടോ. പറക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്റെ കൊക്ക് നല്ല പഞ്ഞുണ്ട്, റെഡ് കളറായിട്ട്. കൊറേ പ്രാവിന്റെ വെള്ളം കൊടുക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പീജിയൻസ് ഉണ്ട് കേട്ടോ. ഇവർക്കായിട്ടുള്ളൊരു കൂടുണ്ട്. പീജിയൻസ് എവിടെ? അതവിടെ ബ്ലാക്ക് കളർ കുട്ടുന്നത്. വൈറ്റ് ഭംഗിയുണ്ടോ? വൈറ്റ് ഏതാ? വൈറ്റ് പ്രാവ? പ്രാവ്. അവിടുത്തെ റാബിറ്റ് ഒക്കെ എന്ത് പറ്റി? അത് മറിച്ചു പോയാ? എന്തായാലും ഫുഡ് കിട്ടാത്ത. അപ്പൊ ദായ ഫുഡ് കൊടുക്കണില്ലേ? അപ്പൊ അങ്ങനെ കൊടുക്കാത്തപ്പോ ദായ ഒന്ന് കൊടുക്കണ്ടേ? കുറച്ച് വെഡ് മരിക്കുന്നത്. വെഡ് മരിക്കല്ലേ? അപ്പൊ ഇതാണ് ഇവിടെ കോഴികൾ. ഇവിടെ ഫുള്ള് കോഴിയാണ് കേട്ടോ. കോഴിക്കായിട്ടുള്ളൊരു ഇവിടെ ഒരു കൂടുണ്ട്. അത് വേറെ, ഇത് വേറെ. അവിടെ അത് നമുക്ക് വലിയൊരു കോഴി ഉണ്ട്. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. എനിക്ക് പേടിയായിട്ട് കൊത്തോളുള്ളൊരു പേടിയുണ്ട്. കുത്താൻ വരുന്നതായ കുത്താറിന് കുത്തിണ്ടാ? കുത്തിയിട്ടില്ല, കുത്തിയിട്ടുണ്ട്. അയ്യോ എന്തായാലും അത് കുത്തനാണ്. കൊറേ ബ്ലാക്ക്. ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇത് റെഡ് ആയിട്ടുള്ളത്. എനിക്ക് ഈ റെഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. റെഡ് ബീക്ക് ആയിട്ടുള്ളത്. മുടിയൊക്കെ ഇവിടെ ഇവിടെ. അവിടെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു മാംഗോ മരം ഉണ്ട്. അടുത്ത് പോവാം. മനസ്സിലായില്ല. അതെന്താ? ഇതില് ഫുള്ള് ഉറുമ്പാട്ടോ. എന്തിനാ? ഉറുമ്പുക്ക് വേണ്ടിട്ട് ഫുഡ്. ഉറുമ്പുക്ക് വേണ്ടി
അപ്പോൾ ഉറുമ്പൊന്നും അതിൽ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ വെച്ചതാ തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കുറേ ഫുൾ ഓഫ് മാംഗോസ് ആട്ടോ. ഇവിടെ ഒരു മാംഗോ, ഇവിടെ ഒരു മാംഗോ, ഇവിടെ ഒരു പോണ്ട്. ഇതിൽ ഫിഷ്, കുറച്ചൊക്കെ ഫിഷ് ഉണ്ട് കേട്ടോ. കാണിച്ചാൽ അതാ കുഞ്ഞു ഫിഷ് ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ പർപ്പിൾ ലോട്ടസ് ഉണ്ട്. അവിടെ ഞാനൊരു മാങ്ങ പൊട്ടിക്കാൻ പോവാണ്. അപ്പം എനിക്കൊരു മാങ്ങ കിട്ടിയിരിക്കുകയാണ്. ഒരു മാങ്ങ കിട്ടി. നീ പൊട്ടിക്കണ്ട. ഇവിടെ ഫുൾ ഓഫ് ഫിഷസ് ആണ് കേട്ടോ. ഫുള്ള് പറഞ്ഞാൽ ഫുൾ ഓഫ് ഫിഷസ് ആണ്. അവിടെ കുറേ കുഞ്ഞു ഫിഷസ് ഉണ്ട്, വലിയ ഫിഷസ് ഉണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഈ ഫിഷസിനൊക്കെ ബ്രെഡ് കൊടുക്കാൻ പോവാണ്. അവർക്ക് നല്ല വിശക്കുണ്ടാവില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവും. ഞാൻ പോയി ബ്രെഡ് എടുത്തിട്ട് വരാം. അപ്പൊ ഞാൻ ഇതിന് തീറ്റ കൊടുക്കുകയാണ്. കുഞ്ഞു കഷ്ണം എല്ലാവരും അവർക്ക് വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് തോന്നുട്ടോ. പിന്നെ ഞാൻ ഇന്നലെ കഴിഞ്ഞിട്ടാണ് വന്നത്. ഇന്ന് ഞാനിപ്പോൾ മലയാളം കൊടുത്തതാണ്. പിന്നെ ഇന്നലെ ഞാൻ ഫുൾ ഓഫ് കൊടുത്തിട്ടില്ല, അവർ കഴിച്ചില്ല. പക്ഷെ ഇപ്പൊ വന്ന് നോക്കുമ്പോൾ ഫുൾ അവർ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് വിശക്കുണ്ട്, ഇനി കഴിച്ചിട്ടില്ല. ഇങ്ങനെ കൊണ്ട് ബുക്ക് വായിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ യാറ് കുറേ ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടേക്ക് പോവാണ്. ഇവിടെ കുറേ ടോയ്സ് ഉണ്ട് യാറുടെ. ഇവിടെ ഒരു കിച്ചൺ ആണ്. പിന്നെ ഞാൻ ടെന്റിൽ പോവാണ്. ബൈ 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 ബൈ. ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇതാ ബിരിയാണി ഉണ്ട്, ചോറുണ്ട്, സാമ്പാർ, പിന്നെ ബിരിയാണിക്ക് കച്ചമ്പറുണ്ട്, ഉപ്പേരി, ചമ്മന്തി, പിന്നെ എൻ്റെ ഫേവറേറ്റ് കരിമീൻ, പിന്നെ തൈരുണ്ട്. ഞാൻ എന്തായാലും കഴിക്കാൻ പോകുന്നത് ചോറാണ്. എനിക്ക് അറിയുണ്ടാവും. എനിക്ക് ചോറാട്ടോ ഭയങ്കര ഇഷ്ടം. ബിരിയാണി അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ബിരിയാണി മാത്രം ഉണ്ടാവുമ്പോൾ ഞാൻ ബിരിയാണി തന്നെയാണ് കഴിക്കാറുള്ളത്. ഞാൻ ചോറും സാമ്പാറും ഉള്ളിയും പൊരിച്ചതൊക്കെ കഴിക്കട്ടെ.
കരിമീനാട്ടോ, കരിമീനും ചെമ്മീനും. അപ്പോൾ കരിമീൻ കുറേ നാളായിട്ട് കഴിച്ചിട്ട് അപ്പം കരിമീൻ കഴിക്കാൻ പോകുന്നു. സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്. സമയം 4:30 ആയി. യാറെ മേലെ കെടുക്കാൻ പോയിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഉള്ളിൽ നിന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. ടെൻറ്റും കാറൊക്കെ കൂടിയിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഒരു വലിയൊരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക്. എനിക്കൊരു ബേബി സിസ്റ്റർ ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് ബേബി, ആകെ ഒരു 4 months ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ബേബിനെ കാണിച്ചു തരാം കേട്ടോ. എണീറ്റിട്ടുള്ളൂ, അത് കാരണം അങ്ങനെ മൂടില്ല. അല്ലാത്തപ്പോൾ ഭയങ്കര ചിരിയും കളിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ മാലൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്, നല്ല എടുത്തിട്ടുണ്ട്. നല്ല ഉറച്ചിട്ടില്ല, ഉറക്കണം, എന്നാലാണ് എനിക്ക് സുഖം എടുക്കാൻ. അപ്പോൾ ഇത് ഫിഷാണ്. ഇവിടെ ഫുൾ ഓഫ് ബ്ലാക്ക് ഫിഷസ് ആണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഒരു അപ്പോൾ എത്ര 1 2 3 4 5 6 7 8 അല്ല 1 2 3 4 5 8 എണ്ണം ഉണ്ട് കേട്ടോ. 8 ഫിഷസ് ഉണ്ട്. ഞാനൊരു മാങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് ഒരു മാങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനത് തിന്നാൻ പോവാണ്. ഞാൻ മാങ്ങയും കത്തി എടുത്തിട്ടുണ്ട്. അതായി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് മുറിച്ച് തിന്നാം കേട്ടോ. എനിക്ക് മുറിക്കാൻ പറ്റില്ല. അത് കാരണം എൻ്റെ മദറിൻ്റെ ഹെൽപ്പ് ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ ഉമ്മാട് പറഞ്ഞ് ഞാൻ മുറിച്ചു തരാം. ഇതാ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി. ഇനി ഞാൻ അപ്പാൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഗെയിം എന്ന് വെച്ചാൽ ഇവിടെ കുറേ സ്റ്റിക്സ് ഉണ്ടാവും കണ്ട. ഈ സ്റ്റിക്സ് ഒക്കെ ഈ ലോട്ടിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ബോൾസ് ഒക്കെ ഇതിൽ കൂടെ ഇടണം. എന്നിട്ട് ഈ സ്റ്റിക്ക്, ഈ ബോള് പോവാതെ മെല്ലെ ഈ സ്റ്റിക്ക് എടുക്കണം. കുറേ നേരം എത്തിയിട്ട് ഇപ്പോൾ ഇവിടെ രാത്രിയായി. ഞങ്ങളിതാ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സീസൺ 4 കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ